ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവാൻ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇത് മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ടിട്ട് അത് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയ മാങ്ങയാണ്. ഇനി ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് വരാം. കണ്ടോ, ഇത് എൻ്റെ 30 ദിവസവും കൂടെ എടുക്കുമെന്ന് തോന്നുന്നു. ഞാനിത് പാഴ്സൽ അയക്കാൻ വേണ്ടിയാണ് എൻ്റെ മോൾക്ക്. ആ പാഴ്സൽ 30 ദിവസം കൊണ്ട് എടുക്കും. യുദ്ധമായതുകൊണ്ടാണെന്ന് തോന്നുന്നു 30 അല്ലെങ്കിൽ 20 ദിവസമാണ് എടുക്കുന്നത്. അവളുടെ അടുത്തേക്ക് കൊടുത്തു വിടാനേ. എൻ്റെ വെളുത്തുള്ളി, ഇഞ്ചി, കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉലുവ, പിന്നെ കടുക്, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇതൊക്കെയാണ് വേണ്ടുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നതിന് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് തിളപ്പിക്കാം. ഈ പാത്രം കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നണ്ട, കാരണം ഇത് പഴയ ചട്ടിയാണ്, എണ്ണ കുടിച്ച് കിടക്കുന്ന ചട്ടി, അതുകൊണ്ടാണ് കളർ. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ലെണ്ണ. ഒരു 4 വലിയ മാങ്ങയുണ്ട്. അതിന് വേണ്ടുന്ന 200 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ കുറച്ച് മതി, കാരണം എണ്ണ ലീക്കാവരുത്. കണ്ടോ, ഇനി അതൊന്ന് ചൂടാവട്ടെ. ഈ ചട്ടി കണ്ടിട്ടേക്ക് ഇടാൻ പോകുന്നുണ്ടോ? കായ കഷ്ണമാണ് ഇടുന്നത്. കേട്ടോ, ഒരു കായം. അതിനെ ഒന്ന് വറുത്ത് പോരണം. കായപ്പൊടി ഇടുന്നതിനേക്കാളും നല്ലതാണ് കായം ഇടുന്നത്. കായം വറുത്തെടുത്തിട്ട് നമ്മൾ പൊടിച്ചിടും. കായപ്പൊടിക്കാണെങ്കിൽ സ്മെല്ല് കുറയും. ഇനി അതിനകത്തിട്ട് ചെറിയ ടീസ്പൂണിന് ഇത്രയും ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ ഒരു ടീസ്പൂൺ കടുക്. നമ്മുടെ കായം നല്ലോണം മൂത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് ഇവിടെ വെക്കാം. കായം പിന്നെ പൊടിച്ചിട്ടാൽ മതി. കടുകും ഉലുവയൊക്കെ പൊടി പിന്നെ നല്ലോണം പൊട്ടി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കാരണം അവിടെ കറിവേപ്പില കിട്ടാൻ പാടാം. അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടും. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞേ അവരുടെ അടുത്തെത്തും. തീർച്ചയായിട്ടും അത് പന്നലായിപ്പോവും. അതുകൊണ്ട് വെള്ളമേ തൊടിയല്ല. അതുപോലെ ഈ മാങ്ങയിലും വെള്ളമേ ഇല്ല. നമ്മൾ ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയതാണ്.
അവൾക്ക് ഇങ്ങനെയുള്ള തന്നെ മാങ്ങ വേണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ അരിഞ്ഞ മാങ്ങ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ ചെയ്യും. ശകലം മൂത്ത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം. ഇനി നമ്മൾക്കിതിന് വേണ്ടുന്ന ഒരു 5 സ്പൂൺ. ഈ മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരി മുളകാണ്, എരിവില്ല. 1 2 4 മതി. ഈ മാങ്ങ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കായം പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികം തീ വേണ്ട കേട്ടോ. തീ വളരെ കുറച്ച് വെക്കണം. ഇനി നമ്മൾ കായം വറുത്ത് വെച്ചിരിക്കുന്ന കായം കൂടി ഇതിനകത്തേക്ക് ഇടിച്ചു പിടിച്ചിടാം. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ മാങ്ങാച്ചാർ റെഡിയായി. ഇത് അയർലൻഡിലേക്ക് കൊടുത്തു വിടാനാണ്. ഇത് ഈ യുദ്ധാടിസ്ഥാനമായതുകൊണ്ട് 30 ദിവസം കൂടി എടുക്കുമെന്ന് അവർ പറഞ്ഞത്. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇതങ്ങ് ചെന്നിട്ട് അവരുടെ അഭിപ്രായവും നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.